Assalamu alaikum Transworld team. Hi, how are you? Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. HS code. In this session I want to explain about the HS code. HS code അല്ലെങ്കിൽ റംസുൽ മുനസ്സിഖ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിൽ ഉപയോഗിക്കുന്നോ അല്ലാത്തയോ ഏതൊരു പ്രോഡക്റ്റിനെയോ സാധനത്തിനെ ആനിമൽസിനെ സ്റ്റേഷനറി ഐറ്റംസിനെ എല്ലാത്തിനും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കോഡാണ്. അതായത് HS കോഡിൽ ഒരു നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ വസ്തുവിനാണ് അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്രോഡക്റ്റിനെയാണ്. HS കോഡിൻ്റെ ഫുൾ ഫോം ഹാർമോണൈസ്ഡ് സിസ്റ്റം കോഡ്സ് എന്നാണ്. ഹാർമോണൈസ്ഡ് സിസ്റ്റം കോഡ് ഒരു ഇൻ്റർനാഷണൽ കോഡാണത്. അതായത് UI നമ്മൾ ഉപയോഗിക്കുന്ന ഒരു HS കോഡ് തന്നെയാണ് USA ഓസ്ട്രേലിയയിലും ഈവൻ നമ്മൾ ഇന്ത്യയിൽ പോലും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് വേൾഡിൽ 196 കൺട്രീസും 6500 ഭാഷകളുണ്ട്. അതിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ ഓവർ ദ വേൾഡ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് HS കോഡ്. ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നത് ഒരു HS കോഡാണ്. HS കോഡ് 6 ഡിജിറ്റ്സ് അല്ലെങ്കിൽ 8 ഡിജിറ്റ്സ് അല്ലെങ്കിൽ 10 ഡിജിറ്റ്സ് ഇങ്ങനെ ഡിഫറെൻറ്റ് ഫോമിൽ കാണാം. സാധാരണ നമ്മളെ കസ്റ്റംസിൽ യൂസ് ചെയ്യുന്നത് 8 ഡിജിറ്റ്സ് കോഡാണ്. ഇപ്പം സ്ക്രീനിൽ കാണുന്നത് ഒരു ബയാൻ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. ഈ ബയാനിൽ ഇത് നമ്മളുടെ സില ബയാനാണ്. സില ബയാൻ്റെ ഈ പോർഷനിൽ നിങ്ങൾക്ക് കാണാം HS കോഡ് 1 2 3 4 5 6 7 8 അല്ല. ഓരോ HS കോഡ് ലൈനും സ്പെസിഫൈ ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് ഈ ട്രാൻസ്പോർട്ടേഷനിലുള്ള ആ ട്രെയിലറിലുള്ള ഓരോരോ സാധനങ്ങളെ കുറിച്ചാണ്. ഇനി HS കോഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ആദ്യത്തെ 2 ഡിജിറ്റ്സ് ആണ്. ഇവിടെ 40, നെക്സ്റ്റ് 49, 73, 69, 85 ഇങ്ങനെ ആദ്യത്തെ 2 ഡിജിറ്റ്സ് ആണ്. അത് ഏത് കാറ്റഗറിയാണെന്ന് പറയുന്നത്. ഒരു എക്സ്പേർട്സിന് ആദ്യത്തെ ഫസ്റ്റ് ഡിജിറ്റ്സ് കണ്ടാൽ തന്നെ അത് ഏത് കാറ്റഗറിയാണ്, അത് കേമൽസ് ആണോ, അത് കമ്പ്യൂട്ടർ പ്രോഡക്റ്റ് ആണോ, അത് ഫുട്വെയർ ആണോ, ഗാർമെൻറ്റ്സ് ആണോ, മെഷീനറി ആണോ, അങ്ങനെ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് 2 ഡിജിറ്റ്സ് ആദ്യത്തെ കാറ്റഗറീൻ്റെ തന്നെ സബ്ബാണ്. ഫോർ എക്സാമ്പിൾ ചെയേഴ്സ് ആണെങ്കിൽ ആ ചെയറിൽ തന്നെ ഏത് കാറ്റഗറിയാണ്, അയണിൻ്റെതാണോ അതല്ലെങ്കിൽ വുഡിൻ്റെ ആണോ, അങ്ങനെ ഇൻസൈഡ് സ്പെസിഫൈ ചെയ്യുന്നതാണ് 26. ഇനി ഇവിടെ തന്നെ 73 എന്ന ചാപ്റ്ററിലുള്ള പ്രോഡക്റ്റിൻ്റെ തന്നെ സബ്ബാണ് 26. ഓക്കെ. ഇനി അബുദാബി കസ്റ്റംസ് വെബ്സൈറ്റിൽ ഈ HS സിസ്റ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ HS സിസ്റ്റം എന്നുള്ള ഈ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ എത്തും. ഇവിടെ നിങ്ങൾക്ക് ഓരോരോ സെക്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ ലൈവ് ആനിമൽസ് തുടങ്ങുന്നത് HS കോഡ് 01 മുതലാണ്. വെജിറ്റബിൾ പ്രോഡക്റ്റ് വെജിറ്റബിൾ പ്രോഡക്ട്സ് സെർച്ച് തുടങ്ങുന്നത് 02 എന്നാണ്. അതായത് ഫുഡ് സ്റ്റെപ്സ് എപ്പോഴും ഒരു പ്ലാസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ കോഡ് തുടങ്ങുന്നത് ഇവിടെ നിങ്ങൾ അടിച്ചാൽ മനസ്സിലാവും. പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് സെർച്ച് ചെയ്യുന്നു. പ്ലാസ്റ്റിക് ചൂസ് ചെയ്തു സെർച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം എല്ലാ പ്ലാസ്റ്റിക് പ്രോഡക്ട്സും തുടങ്ങുന്നത് 07 വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ കയ്യിൽ കിട്ടുന്ന ചില ബയാൻസ് നിങ്ങൾ ചെയ്യാനുള്ളത് ബയാൻസ് നോക്കുക. അതിൽ HS കോഡ് തുടങ്ങുന്നതും അതിലുള്ള സാധനങ്ങൾ മനസ്സിലാക്കുക. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ HS കോഡ് റിമൈൻ ചെയ്യുക. ഈ HS കോഡ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കസ്റ്റംസ് ഓഫീസേഴ്സ് ഈ പ്രോഡക്റ്റിന് ഈ ഒരു സാധനത്തിന് ഡ്യൂട്ടി ഉണ്ടോ ഇല്ലേ, അത് ബാൻഡ് ആണോ, അത് പ്രൊഹിബിറ്റഡ് ആണോ, കൺട്രോൾഡ് ആണോ, അതിന് ഇത്ര താരിഫ് കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ പൈനാപ്പിളിൻ്റെ HS കോഡാണ് 02043010. അതിലെ ഈ പിക്ചറിൽ കാണിച്ചപ്പോഴത്തില്ല ഫസ്റ്റ് 08 അത് ഏത് ചാപ്റ്ററിലാണ് 08 ഏത് ചാപ്റ്ററിലാണ് സ്പെസിഫൈ ചെയ്യുന്നു. അടുത്തത് ആ 08 ചാപ്റ്ററിൽ 04 ഹെഡിങ്ങിലാണുള്ളത്. അതിൽ തന്നെ ഇൻസൈഡ് ദാറ്റ് 130 എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിലാണുള്ളത്. ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള 6 ഡിജിറ്റ് സാധാരണ നാഷണലൈസ്ഡ് ആണ്. അതായത് സ്വന്തം നാടിന് അവനവൻ്റെ കൺട്രിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മാറ്റാനുള്ള ഫെസിലിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറ്റ്സ് എൻ ഇൻ്റർനാഷണൽ കോഡ്. അതേസമയം കൺട്രി സ്പെസിഫിക് ആയിട്ട് മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. HS കോഡ് ഡിറ്റർമിൻ ചെയ്യുന്ന ഇൻ്റർനാഷണൽ ഒരു ഓർഗനൈസേഷൻ ഇൻ്റർനാഷണൽ കസ്റ്റംസ് ഓർഗനൈസേഷനാണ് HS കോഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അവരുടെ മാനുവൽസും അവരുടെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് എല്ലാം കാണാവുന്നതാണ്.
ഇൻ്റർനാഷണൽ വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ ഓട്ടോണമസ് ബോഡിയാണ് കസ്റ്റംസ് കോഡ് ഡിറ്റർമിൻ ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതെല്ലാം. സി ദിസ് പിക്ചർ, ഈ പിക്ചറിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ബ്രാക്കറ്റിൽ HS കോഡ് 6.05 എന്ന് കൊടുത്തത് അത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിന് ഒരു കാര്യം മനസ്സിലാക്കാം, ഗാർമെൻറ്റ്സ് റെഡിമെയ്ഡ്സ് എല്ലാം തുടങ്ങുന്നത് 6.1 എന്നുള്ള കോഡ് കൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ കസ്റ്റംസ് വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കാണാം അന്നദാമിൽ മനസ്സട്ട് ഹാർമണൈസ്ഡ് സിസ്റ്റം. ഇതന്നെയാണ് HS കോഡിൻ്റെ സെക്ഷൻ. ഇവിടെ വെച്ചിട്ട് നിങ്ങൾ HS കോഡിൻ്റെ ഓരോരോ ബിഗിനിങ് ഒരു ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരോ സെക്ഷൻസും അതിൻ്റെ ഡീറ്റെയിൽസ്, ഇംഗ്ലീഷ്, അറബി, അതിൻ്റെ സബ് കോഡ്. കൂടാതെ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഇതിൽ കാണുന്ന പോലെ 2% അടിച്ച് അതിൻ്റെ ഇടയിൽ ക്യാമലിന് ഇംഗ്ലീഷിലോ അതല്ലെങ്കിൽ ഇവിടെ അറബി അറിയുന്നവർക്ക് അറബിയിലോ അടിച്ചിട്ട് ഇഖ്തിബാർ ഫിൽറ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. നമ്പേഴ്സ് പെട്ടെന്ന് മനസ്സിലാവും. 01 02 അല്ല അത് വെച്ച് തുടങ്ങുന്നതാണെന്ന്. ഓക്കെ.